ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരാനും അതിൽ നിങ്ങളെ ഉൾപ്പെടെ തെറ്റുകാരിയാക്കി ചിത്രീകരിക്കാനൊക്കെ ഉള്ള കാരണം എന്തായിരിക്കും? നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് തോന്നുന്നത്? എനിക്കെന്ന് വെച്ചാൽ ഇയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വീട്ടിലുള്ള സമയത്ത്, ഇവളെ ചികിത്സിക്കുന്ന ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവളെ ആ ചികിത്സിക്കാൻ എനിക്ക് അറിയില്ല, ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഇയാളെ കുറിച്ചിട്ട് ഇതിൻ്റെ മുന്നിൽ പല പെണ്ണായിട്ടുള്ള ബന്ധം ഓഡിയോ ക്ലിപ്പ് അടക്കം എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിനി. വേറൊരു കാസർഗോഡിലെ ഒരു പെണ്ണായിട്ട് ഒരു ബന്ധം ഉണ്ടായിനി. അങ്ങനെയുള്ള സംഭവമുണ്ട്. അതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 2 പ്രാവശ്യം അയാൾ കത്തിയെടുത്ത് എന്നെ കുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു പെണ്ണ് വിഷയത്തിലാണ് എനിക്ക് ചോദ്യം ചെയ്തുവിടാം. അവിടെ സംശയരോഗി എന്ന രീതിയിൽ അയാൾ എന്നെ പറഞ്ഞുണ്ടാക്കും. ആ രീതിയിൽ മക്കൾ മുമ്പിൽ വെച്ചിട്ട് 2 പ്രാവശ്യം കത്തിയെടുത്ത് കുത്താൻ വന്നിട്ടുണ്ടായിന്. പിന്നെ ഒരിക്കൽ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ടായിന്. അതേ ആ വീട്ടിൽ തന്നെയാണ്. ബെൽറ്റ് കൊണ്ട് അടിച്ചും ചെയ്തിന്. പിന്നെ വായും മൂക്കെല്ലാം പൊത്തിയിട്ട് എന്നെ അങ്ങനെ ഉപദ്രവിച്ചിന്. ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിക്കുക അങ്ങനെ വല്ലതും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ മറവിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഈ വൈദ്യ ചികിത്സയുടെ മറവിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നാണോ? അല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇയാൾ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിന്. 2 ദിവസം മുൻപാണ് ഉദുമയിലെ CPIM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ PV ഭാസ്കറിന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ പുറത്തു വന്നത്. ആ വീഡിയോയിൽ ആ കുട്ടി പറഞ്ഞിരുന്നത്, സംഗീത എന്നാണ് ആ കുട്ടിയുടെ പേര്, ആ കുട്ടി പറഞ്ഞിരുന്നത് എൻ്റെ പിതാവ് എന്നെ വീട്ടുതടങ്കലിലാക്കി എന്നായിരുന്നു. പക്ഷേ അതിന് യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് പോയ സമയത്താണ് അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായത്. അതിന് പുറകിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ നാഡീവൈദ്യനായ റാഷിദ്, നീലേശ്വരം കോട്ടപ്പുറം സ്വദേശിയാണ്. ഈ റാഷിദിനാണ് ഈ സംഗീതയെ ചികിത്സിച്ചിരുന്നത്. അവർ ഇരുവരും തമ്മിൽ ബന്ധത്തിലായിരുന്നു, സൗഹൃദത്തിലായിരുന്നു. അതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്നാണ് ഇപ്പോൾ റാഷിദിന്റെ ഭാര്യ പറയുന്നത്. റാഷിദ് ശരിക്കും ഒരു വൈദ്യനല്ല. ആ വൈദ്യനുള്ള സർട്ടിഫിക്കറ്റ് അത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഒരു പാരമ്പര്യ വൈദ്യനല്ല എന്ന് ഭാര്യ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം റാഷിദിന് മയക്കുമരുന്ന് മാഫിയുമായി ബന്ധമുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാരമ്പര്യ വൈദ്യം എന്ന് തന്നെ പറയുന്നത് അത് ഈ ലഹരി കച്ചവടത്തിന്റെ മറവിൽ അത് ചെയ്യുന്നതിന് വേണ്ടിയാണെന്നും ഭാര്യ പറയുന്നുണ്ട്. ഈ ഭാര്യയെ പോലും ക്രൂരമായി മർദ്ദിച്ചിരുന്നു, കത്തികൊണ്ടൊക്കെ കുത്താൻ വന്നിരുന്നു എന്നാണ് SKN പറയുന്നത്. എന്തായാലും ഇതിനൊരു സമഗ്രമായ അന്വേഷണം വേണം. റാഷിദിന്റെ ഭാര്യ ചന്ദേര പോലീസ് സ്റ്റേഷൻ നിലവിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയാണ്. സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഈ റാഷിദ് കൈക്കലാക്കിയിട്ടുണ്ട്. പണത്തിന് വേണ്ടിയാണ് ഈ സംഗീതയെ കൊണ്ടും ഇത്തരത്തിലുള്ള ഒരു വീഡിയോ പ്രചരിപ്പിച്ചതും. ഈ വീഡിയോ ഒരു വ്ളോഗർ വഴിയാണ് പുറത്തു വന്നതും. അതിന് പിന്നിലൊക്കെ വലിയ ഗൂഢാലോചന നടന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അതിലൊക്കെ ഒരു അന്വേഷണം വേണമെന്ന് റാഷിദിന്റെ ഭാര്യയും ആവശ്യപ്പെട്ടു.